ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് നേത്രദാന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ് കാഴ്ച നേത്രദാന സേന. ഇതിനോടകം 24 പേരെ കാഴ്ചയുടെ ലോകത്തേക്ക് എത്തിക്കാൻ കാഴ്ച നേത്രദാന സേനയ്ക്കായി. 2016 പത്തനംതിട്ട റാന്നി ആസ്ഥാനമായി കാഴ്ച നേത്രദാന സേന പ്രവർത്തനം ആരംഭിച്ചത്. സംവിധായകൻ ബ്ലസ്സിയാണ് ചെയർമാൻ. ആരോഗ്യവകുപ്പുമായി സഹകരിച്ചാണ് പ്രവർത്തനം. മരണമടയുന്ന അംഗങ്ങളുടെ നേത്രപടലം ഉപയോഗിച്ച് ഇതിനോടകം 22 പേർക്ക് കാഴ്ച നൽകാൻ കാഴ്ച നേത്രദാന സേനയ്ക്കായി. ഏറ്റവും ഒടുവിൽ സേനാംഗം റാന്നി സ്വദേശിനി വാസന്തി അമ്മയുടെ നേത്രപടലമാണ് 2 പേരെ കൂടി കാഴ്ചയുടെ ലോകത്തേക്ക് എത്തിക്കാൻ പോകുന്നത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ നമിതയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി നേത്രപടലം ശേഖരിച്ചു. ഒരാളുടെ കണ്ണ് വെറുതെ നമ്മൾ കത്തിച്ച് കളയുന്നതിന് പകരം 2 പേർക്ക് അത് കാഴ്ചയ്ക്ക് ഉപകരിക്കുമെങ്കിൽ അത് എത്രയോ വലിയ കാര്യമല്ലേ. ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സും ആ ഒരു ഹാപ്പിനെസ് അവർ ഷെയർ ചെയ്തു. അവർ 2 പേർക്കുള്ള കാഴ്ച കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം അവർ ഷെയർ ചെയ്തു എൻ്റെ അടുത്ത്. കൂടുതൽ പേരെ കാഴ്ചയുടെ ലോകത്തേക്ക് എത്തിക്കാനാണ് കാഴ്ച നേത്രദാന സേനയുടെ ശ്രമമെന്ന് ജനറൽ സെക്രട്ടറിയും മുൻ PSC അംഗവുമായ റോഷൻ റോയ് മാത്യു പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിലെ പഠനപ്രകാരം ഒരു ദിവസം മരിക്കുന്ന മുഴുവൻ ആളുകളും കണ്ണുകൾ ദാനമായി നൽകിയാൽ 14 ദിവസം കൊണ്ട് രാജ്യത്തെ അന്ധത പൂർണ്ണമായി മാറ്റാമെന്നാണ്. 5673 അംഗങ്ങളാണ് നേത്രദാന സേനയിലുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐ ബാങ്കിലേക്കാണ് നേത്രപടലം എത്തിക്കുക. രജിസ്റ്റർ ചെയ്ത കാഴ്ചയില്ലാത്ത ആളുകൾക്ക് മുൻഗണനാ ക്രമത്തിലാകും സൗജന്യമായി ശസ്ത്രക്രിയ നടത്തി കാഴ്ചയേകുക. മരണപ്പെട്ട ആളുടെ നേത്രപടലം അന്ധരായ 2 പേർക്കാണ് കാഴ്ച നൽകാൻ പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.